പിശാച് ഇവിടെ നീതിക്ക് നിരക്കുന്നതാണോ? എന്തിനാ കാപട്യം എന്ന് പറയാ? കേട്ടോളൂ. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുണ്ടാകുന്നതാണ് കാപട്യം. വളരെ വിനയത്തോടെ ചോദിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിലൂടെ, നിങ്ങൾ താടി വളർത്തണേ, നിങ്ങൾ താടി വളർത്താതെ താടി വടിക്കുന്നത് മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്, മജൂസികളെ ഏർപ്പാടാണെന്ന് അവിടുത്തെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ വ്യക്തമായി പറയുമ്പോൾ എന്താ സാധനം? താടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റും. താടി ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ താടി വടിക്കുന്നത് ഹറാമാണെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതും മനസ്സിലായില്ലേ കുന്തത്തിന്? ഈ രണ്ടൊരു കുന്താണ്, അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വടിക്കുന്നത് വിരോധിച്ചതാണെന്ന് സർവമഹാന്മാരും പറയുമ്പോൾ, അതേ താടി വളർത്തൽ സുന്നത്താണെന്ന് എല്ലാവരും പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവർ താടി ഇവിടെ മുറ്റടിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവര് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? അപ്പൊ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. നിന്റെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. നിന്റെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, നിന്റെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, നിന്റെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല. അപ്പൊ വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. ഫോട്ടോ കൈകാര്യം ചെയ്യുന്നത് ഹറാമാണ്. ചവിട്ടപ്പെടുന്ന വിരിപ്പിലോ അല്ലെങ്കിൽ ചവിട്ടപ്പെടുന്ന തലയടിയിലോ അതുപോലത്തെ മിമ്മായും തഹനു നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിലുള്ളതിനാണെങ്കിൽ ഫലൈസ ബിഹറാം, അത് ഹറാമല്ല. നിസ്സാരപ്പെടുത്തുന്ന സ്ഥലത്തുള്ളതിന് ഹറാമില്ല. ഫോട്ടോ കൈകാര്യം ചെയ്യുന്നത് ഹറാമാണ്. വിമർശനങ്ങൾ അതിജയിച്ച കാന്തപുരം എത്രയോ ഉണ്ട്, ഞാനതൊന്നും തിരയാൻ പോയിട്ടില്ല. ഇതാ ഫോട്ടോ, ഇതും പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി എടുത്തതാ. ഇന്നപ്പുറത്തു ഇതാ ഫോട്ടോ. ഇപ്പുറത്തുള്ള ഫോട്ടോ മതിയായിരുന്നല്ലോ. ആളെ തിരിയാനാണെങ്കിൽ ഫോട്ടോ ഹറാമാണെന്ന് ഒന്നുകിൽ പ്രസംഗിക്കൽ നിർത്തുക, അല്ലെങ്കിൽ ഇതിന്റെ വജ്ഹ് പറയാ. അല്ലാതെ ദീൻ അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്യരുത്. ആലിമീങ്ങൾ ഇത്ര പരസ്യമായിട്ട് ലക്ഷങ്ങൾ മുടക്കി ചെയ്യരുത്. AP ഉസ്താദിന്റെ വലിയ വൻകിട ഫോട്ടോ ചുമരുമ്മൽ വെച്ചത് ഇന്റർവ്യൂ കാണിക്കണോ? വെറുതെ ഓരോന്ന് പറയാ. ഷെയ്ഖ് AP അബൂബക്കർ മുസ്ലിയാരുടെ ഫോട്ടോ, ഉള്ളാൾ തങ്ങളുടെ ഫോട്ടോ, ഇതൊന്ന് കാന്തപുരത്തിന്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ പേരോടിന്റെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും ഒരാൾ ചവിട്ടി തേക്കട്ടെ, മനസ്സ് പൊട്ടൂലേ? അതേ ചവിട്ടപ്പെടുന്ന തലയണയിൽ ഹറാമല്ല. തലയണ ചവിട്ടപ്പെടുന്നതാണോ അതോ പവിത്രമായ തല വെക്കുന്നതാണോ? അല്ലെങ്കിൽ ചവിട്ടപ്പെടുന്ന തലയടിയിലോ തലയണ ചവിട്ടപ്പെടുന്നതാണോ അതോ പവിത്രമായ തല വെക്കുന്നതാണോ? അല്ലെങ്കിൽ ചവിട്ടപ്പെടുന്ന തലയടിയിലോ. ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ചവിട്ടപ്പെടുന്ന തലയണ. അങ്ങനെയാണെങ്കിൽ വിരോധാഭാസവും വൈരുദ്ധ്യവും നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ ഫോട്ടോ എവിടൊക്കെ വെച്ചിട്ടുണ്ട്? ഈ കാസറ്റുമലും CD-മലും ബുക്കുമലും ഇതൊക്കെ പാസ്പോർട്ടിന്റെ ആണോ? ഫോട്ടോ കൈകാര്യം ചെയ്യുന്നത് ഹറാമാണ്. ഈ കാസറ്റുമലും CD-മലും ബുക്കുമലും ഇതൊക്കെ പാസ്പോർട്ടിന്റെ. വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെടുന്നുണ്ടോ? പൊരുത്തപ്പെടുന്നില്ല. ഇതാ കാപട്യം. നീ പണത്തിന് വില കൽപ്പിക്കല്ല, നീ പണത്തിന് വില കൽപ്പിക്കല്ല, നീ പണത്തിന് വില കൽപ്പിക്കല്ല. 500 റുപ്യന്റെ നോട്ടും ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കണ്ട. 500 റുപ്യന്റെ നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. 500 റുപ്യന്റെ നോട്ടും ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കണ്ട. 500 റുപ്യന്റെ നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. 1 ഫീറ്റ് ഭൂമിക്ക്, ഞാൻ ഇന്നലെ മുമ്പും പറഞ്ഞിരുന്നു, നമ്മൾ ഈ പരിപാടി നടത്തുന്ന സ്ഥലം 1 ഫീറ്റ് ഭൂമിക്ക് 500 റുപ്യയാണ്. 1 ഫീറ്റ് ഭൂമിക്ക് 500 റുപ്യയാണ്.
500 നോട്ടും ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കണ്ട. 500 നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. 500 നോട്ടും ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കണ്ട. 500 നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതില് ഇന്നലെ ഒരാൾ 50,000 രൂപയുടെ ചെക്ക് തന്നിരുന്നു. 100 ഫീറ്റ് ഭൂമി അദ്ദേഹം ഏറ്റെടുത്തു. അതുപോലെ പല ആളുകളും ഏറ്റെടുത്തവരുണ്ട്. ഇവിടെ ഇപ്പോൾ 500 രൂപ ഒരു ഫീറ്റ് ഭൂമിക്ക്. 500 നോട്ടും ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കണ്ട. 500 നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഉണക്കി വാങ്ങുമ്പോ ഈ ഫോട്ടോ അങ്ങ് കൊടുക്കുക ചെയ്യുന്നത്. ഉണക്കമീന്റെ വില പോലും ആ ഫോട്ടോത്തിന് കൽപ്പിച്ചില്ല. ഇവിടെ ഇപ്പോൾ 500 രൂപ ഒരു ഫീറ്റ് ഭൂമിക്ക്. 500 നോട്ടും ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ അല്ലേ എന്ന് ചോദിക്കണ്ട. 500 നോട്ടിന് നമ്മൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ഉണക്കമീൻ വാങ്ങുമ്പോൾ കൊടുക്കുന്നത് നോട്ടാ. അപ്പൊ അതിനൊരു വിലയില്ല, മുംതഹനാണത്. ഒരു ഫീറ്റ് ഭൂമിക്ക് 500 രൂപയാണ്. സർക്കാർ ജോലി സംബന്ധമായി കോടതിയിലുള്ള കേസ് വിജയിച്ച് ശമ്പളം ലഭിക്കാനുള്ള വഴിയിൽ എളുപ്പമാകാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് സുന്നി പ്രവർത്തകൻ എത്തിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പ്രശ്നം നീ വളരെ പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ.